വീടെത്തി. ഇറങ്ങിക്കോ. നടക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങി വരണോ? നാളെ ബാങ്കിൽ നിന്ന് ചെക്ക് മേടിച്ച് വന്നാ മതിയേ. അപ്പൊ ഓക്കെ, ബാക്കി നാളെ പറയാം. ഗുഡ് നൈറ്റ്. മണല്ല, രക്ഷപ്പെട്ടു. എന്തേ വന്ന പാടെന്നെ കിടന്നേ? ബാലേട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ? ബാലേട്ടാ, എന്തേ പറ്റിയത്? കട്ടില് തിരിക്കല്ലേ സുമേ, കട്ടില് തിരിക്കല്ലേട്ടോ. എടി ഞാനിതിന്റെ മുകളിൽ വീഴുന്ന്. ബാലേട്ടാ, കള്ളു കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിന്നോടാ ഞാൻ പറഞ്ഞു കട്ടില് തിരിക്കല്ലേന്ന്. കട്ടില് തിരിക്കല്ലേ സുമേ, ഞാൻ നിന്റെ മുകളിൽ വീഴൂ. കട്ടില് തിരിക്കല്ലേ. ബാലേട്ടാ, എന്തെങ്ങടെ ഉദ്ദേശം? എന്തിനിങ്ങനെ കള്ളുടിച്ച് കയറ്റിയത്? ഞാനേ നമ്മുടെ ലോണിന്റെ ലാസ്റ്റ് ഗഡു പാസ്സാക്കിയതാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാന്നറിയാള്? ആര്? ആ ബാങ്കിന്റെ മാനേജര്. അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് അയാൾ കമ്പനി തരൂ. അയാൾ ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ അയാളോട് ദേഷ്യമുള്ളൂ. ഇടയ്ക്കെന്റെ മുഖത്ത് നോക്കിട്ട് അയാള് ഹിമവാന്ന് വിളിക്കും. അത് ശരിയല്ല, പക്ഷേ അത് സ്നേഹം കൊണ്ട്. അച്ഛനെ വലിയൊരു ലോൺ പാസ്സാക്കിയതാ, അതിന്റെ ക്ഷീണാന്ന്. വയ്യാത്ര. ഞങ്ങള് വിചാരിച്ചു അച്ഛൻ കള്ള കുടിച്ചു വന്നാ. ഇപ്പൊ തൃപ്തിയായല്ലോ. ഇവിടെ വരണ്ടോ? മെല്ലെ 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 ഒന്ന് പാടി നിന്നെ ഓമലേ. നാട്ടുകാരെ ഉണർത്തണ്ട. അല്ല, ഇന്നലെ ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞ ദിവസം എന്തായാലും നിങ്ങളൊന്ന് പൊയ്ക്കോളി. കാശില്ലാന്ന് വെച്ച് പോവാണ്ടിരിക്കണ്ട. നേരിട്ട് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞാല് കുറച്ചു നാളത്തേക്കെങ്കിലും നീട്ടി തരാണ്ടിരിക്കൂല. നോക്കട്ടെ, ഇതെന്തപ്പോ ഇവള് കാലത്ത് തന്നെ. എന്തേ അന്റെ മുഖം വല്ലാണ്ടിരിക്കണ്? എന്താ മോളെ? ഇത്രയും നാളും പാതിരാത്രിക്ക് കയറി വരുന്നുള്ള കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൻ്റെ കൂടെ കള്ളൂടിയും തുടങ്ങി. ഇന്നലെ ബാങ്ക് മാനേജറെ കാണാൻ പോയ ആള് കള്ളുടിച്ചിട്ടാ തിരിച്ചു വന്ന്. എന്നെയും കുട്ടികളെയും കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതിന് നീ വിഷമിക്കൊന്നും വേണ്ട. നെല്ലും കുട്ടികളെയും കുറിച്ച് ചിന്ത ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അതാ പഹന്മാരെല്ലാം കൂടി ചതിച്ചതാവും. അല്ലാതെ ഓൻ അങ്ങനത്തെ ആളല്ല. പിന്നെ പാതിരാക്കുള്ള വരവ് അത് അവന് സ്കൂളിലെ ജോലി കഴിഞ്ഞ് ആ സൂപ്പർ മാർക്കറ്റിലെ പാക്കിങ്ങിന്റെ പണിക്ക് കൊണ്ട്. അത് നീ അറിഞ്ഞ് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത്. ഇനി ഇതെല്ലാം കൂടി പോയി ചോദിച്ചിട്ട് എനിക്ക് ചീത്തേപ്പിക്കരുതേ. എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടെ ഇതൊക്കെ പറയാൻ പറ്റുക? ഏതായാലും ഞാൻ ഇതൊന്ന് അന്വേഷിക്കട്ടെ. ഈ ലോണ് പാസ്സാവാൻ കള്ളുടിക്കുന്ന നിയമമുണ്ടെങ്കിൽ അതും ഒന്നും അറിയാനുള്ളൂ. സാർ നമസ്കാരം. നമസ്കാരം. മാനേജർ കണ്ടേ? എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക്. നോക്കട്ടെ. ഹലോ സാർ. എന്താ ഹിമവാൻ, വരൂ ഇരിക്കൂ. എന്താ കാര്യം? അതെ, എന്റെ ലാസ്റ്റ് ഗഡു. ലാസ്റ്റ് ഗഡു? ഓ, അതിന് തന്റെ വാർപ്പ് കഴിഞ്ഞോ? പണി തീർന്നോ? ഓ, അതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. എപ്പോ? ഇന്നലെ. താനായിരുന്നൂലേ? എനിക്ക് ആട് മാറിപ്പോയി. അതെ, നരകത്തിലെ കൊഴുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജി, ആ ഹിമവാന്റെ ചെക്ക് ഒന്ന് റെഡിയാക്ക്. തന്റെ വാർപ്പ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞു സാർ, കംപ്ലീറ്റ് വാർപ്പും കഴിഞ്ഞു. എങ്കിലും ഓക്കെ. അല്ലേ പ്രശ്നമാണേ, വെറുതെ കള്ളുടിച്ചിട്ട് എന്തെങ്കിലും പറയണ പോലെ അല്ലല്ലോ. അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അല്ല സാർ എവിടേക്കാ? തന്റെ സൈറ്റിലേക്ക്. അയ്യോ, അത് വേണ്ട സാറേ. അതെന്താ? അല്ല, പണി കംപ്ലീറ്റ് കഴിഞ്ഞതാണല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, പിന്നെ അതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെറുതെ. ഈ കഷ്ടപ്പാടൊക്കെ ജോലിയുടെ ഭാഗാടോ. താൻ വാ. ചതിച്ചു. കണ്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് എഴുതണം. അതെ, ലാസ്റ്റ് കൂടെ പൈസ തരുന്നതല്ലേ? അല്ല, അവിടെ വരാതെ റിപ്പോർട്ട് എഴുതി കൂടെ സാറേ. എന്ത്? അല്ല, റോഡൊക്കെ വളരെ മോശമാണ് സാറേ. വണ്ടി വല്ല കുണ്ടിലോ കുഴിയിലോ വീണ് കഴിഞ്ഞാൽ നട്ടല്ലൊടിയാതെ. അത് ഞാൻ സഹിച്ചു. അല്ല, താൻ വാടോ. കിട്ടു.
ഈ റോഡിൽ എവിടെയോ നട്ടല്ലൊടി എന്ന കുണ്ടും കുഴി ഉണ്ടായിരുന്നു സാറേ. ഏ? ഇന്നലെ രാത്രി ആരോ വന്ന് അടച്ചതാ തോന്നുന്നു സാറേ. ഉണ്ടായിരുന്നു. ആ ഇവിടെ തന്നെ നിർത്തിക്കോ. ആ നിൽക്കട്ടെ ഇവിടെ. വരൂ സാറേ. ശരിക്കും നോക്കാൻ തന്നെയാടാ വന്നത്. ഹിമവാൻ സാർ എവിടെ? ഞാൻ ഇവിടെ. എടോ ഇതാണോ തന്റെ വാർപ്പ് കഴിഞ്ഞ വീട്? തന്നോടാ ചോദിച്ചത്, തനിക്ക് ചെവി കേൾക്കില്ല. ഇതാണോ വാർപ്പ് കഴിഞ്ഞ വീട്? ചെവി കേൾക്കാം സാർ. ഞാൻ വേണമെങ്കിൽ ഒരു ട്രീറ്റ് കൂടെ നടത്താം. അപ്പൊ 4ാമത്തെ ട്രീറ്റ് ആവും. വേണമെങ്കിൽ ആ നരകത്തിലെ കോഴിനെ വാങ്ങിക്കാം സാർ. താൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത്? പണി കഴിയാത്തൊരു വീടിന് വേണ്ടി പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് മുഴുവൻ ലോൺ പാസ്സാക്കി തന്ന എന്റെ പണി പോണ വഴി അറിയില്ല. മനസ്സിലായോ തനിക്ക്? എടോ സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഇന്ന് തന്നെ തന്റെ ചെക്ക് പാസ്സാക്കി തരാമെന്ന് വിചാരിച്ച് വന്നതാ ഞാൻ. ഇനി അത് പാസ്സാക്കി തരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം വാർപ്പ് തീർക്ക്. സാർ സത്യസന്ധനായ ഒരു അച്ഛന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് കയ്യിൽ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കള്ളം പറയേണ്ടി വന്നത്. സാർ അത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാർ. എന്റെ വർഗീസ് പുണ്യാളാ, ഇവിടെ വന്ന് നോക്കാൻ തോന്നിയത് എന്റെ പുണ്യം. താൻ ഹിമമാനല്ലടോ, ഹനുമാനാണ്. ഹനുമാൻ എന്റെ ജോലിയും കളഞ്ഞ് എന്നെ കൊലക്കൊടുക്കാൻ അവതരിച്ച ഹനുമാൻ. ഒരു നരകത്തിലെ കോഴി എന്നെ നരകത്തിലാക്കാൻ. ഇനി വാർപ്പൊഴിയാതെ പ്രദേശിക്ക് വന്നു വരുത്. മനസ്സിലായ? അല്ല പിന്നെ വണ്ടി എടുക്കണോ? അയ്യോ സോറി, തന്നോടല്ല. വണ്ടി സാർ ആ പൈസ തന്നെ ഞാൻ വാർക്കാൻ സാറേ. ഓടോ മനുഷ്യനെ മെനക്കെടുത്ത. ഫ്രിഡ്ജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ് കമ്പനി സാറില്ലേ ചേച്ചി, ഇതാ ഗ്യാരണ്ടി കാർഡ്. പേടിച്ചിട്ടാണേ. ആ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാ മാസം 10-ാം തീയതി കൃത്യമായിട്ട് അടയ്ക്കണം കേട്ടോ. 10ാം തീയതി അല്ലേ? ആ എന്താപ്പോ അത്? ഇതെന്തിനാ ഓട്ടോറിക്ഷ വന്നിരുന്നത്? ഫ്രിഡ്ജ് കൊണ്ടുവന്നതാ. ഫ്രിഡ്ജോ? ആ അപ്പൊ ഇവിടെ ഒന്നില്ലേ? അത് ഈ വീട്ടുകാരുടെ അല്ലേ? നമ്മുടെ വീട് പണി കഴിയുമ്പോഴേക്കും നമുക്കൊന്നും വേണ്ടേ? നിനക്കെന്താ തലയ്ക്ക് സുഖല്ല സുമേ? അത് അപ്പ പോരെ. അല്ല ഏട്ടാ, ഇത് അഡ്വാൻസ് 500 രൂപ കൊടുത്താൽ മതി. അത് ഞാൻ കൊടുത്തു. പിന്നെ മാസം തവണകളായിട്ട് അടച്ചു തീർക്കണം. അത് ആരടയ്ക്കും? നീ അടയ്ക്കോ അതോ നിന്റെ അച്ഛൻ അടയ്ക്കോ? എന്താ ബാലേട്ടാ അത്? നമ്മുടെ വീട് പണി തീരുമ്പോഴേക്കും ഇതിന്റെ അടവ് തീരില്ലേ? ഇങ്ങനെ ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചില്ലെങ്കിലേ പിന്നെ അവസാനം നമ്മൾ ഒരുമിച്ച് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങിക്കലൊന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോ മാസം 2500 രൂപ ഏട്ടനെ കൊണ്ട് അടയ്ക്കാൻ പറ്റല്ലോ. മാസം 2500 രൂപയെ? എന്തൊരു കഷ്ടാന്ന് നോക്കണേ. എന്തൊരു ഗതികേട്. ദേ വരുന്നു അടുത്തത്. സുമിത്രേ, ദേ അമ്മാവും വരണു. ആ അമ്മാമാ, എന്താ ബാലാ സുഖല്ലേ? ഓ പിന്നെ നല്ല സുഖം. അമ്മാവൻ ഇപ്പോഴും നടക്കാനൊക്കെ പറ്റുമല്ലേ? എങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇവിടെ എത്തി? ആവശ്യണ്ടല്ലേടോ, നടന്നല്ലേ പറ്റൂ. ഇതെന്താ? ഇതൊരലമാര. ഓ ഫ്രിഡ്ജ്. സുമിത്രേ, സുമിത്രേ, വീണത്. പിള്ളേരൊക്കെ വലുതായി. എത്ര നാളായി കണ്ടിട്ട്. അമ്മമ്മക്ക് എന്താ കുടിക്കാടുക്കണ്ടേ? ആ എനിക്ക് മോരും വെള്ളം മതി. വയറിന് അത്ര സുഖല്ല. ഇപ്പൊ കൊണ്ടാട്ടോ. ആയിക്കോട്ടെ. എന്റെ ഒന്നും വിടണമെന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും 1-2 വിട്ടുപോകും. പരാതിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. ഞാൻ ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ, ക്ഷണിച്ചെത്തില്ല. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ രാജ്യമോളുടെ കല്യാണാണ്. ആണോ? ആ എവിടുന്ന? അവിടെ തൊട്ടടുത്ത് തന്നെയാ, കൊല്ലം കൊടുന്ന്. പ്രേമ അല്ല, രാജൻ. എന്തായി? അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല മാവാ. ഉത്തരവാദിത്തം കഴിഞ്ഞില്ലേ? എടാ ഉത്തരവാദിത്തം പിന്നെ കൂടുവല്ലേ ഉള്ളൂടാ. കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കണ്ടേ ഭഗവാനെ? അത് പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ. കയ്യിലൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, ഒക്കെ നടക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. നടക്കും അമ്മാമേ. ആ നടക്കും. ആ നടപ്പ് തന്നെ ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേറി വരുമ്പോ കണ്ടില്ലേ വെള്ളം വെള്ളം. ആ ശ്രീധരനെ ഒരു 4 പവന്റെ മാല. അല്ല അവനിപ്പോ തരാൻ കഴിയുമല്ലോ. എന്താ പിന്നെ രമണി 2 വള. കുട്ടിയുടെ ദേഹത്ത് ഒരു 4-5 പവനോളം ഉണ്ടാവുകയും ചെയ്യും. അതെല്ലേ? ആ ഒക്കെ കൂടി ഒരു 10-15 പവനെങ്കിലും കൊടുക്കണ്ടേ? അത് വേണേ. ആ